ഗലാത്യർക്ക് എഴുതിയ പത്രികയുടെ 6-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ പറയുന്നു, ഒരാളുടെ ഭാരങ്ങൾ മറ്റൊരാൾ ചുമക്കുക, അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർണ്ണമായി പാലിക്കുക. സാധാരണയായി ആരെങ്കിലും കഷ്ടപ്പെടുമ്പോൾ നാം ഉടൻ തന്നെ വിധി പറയാറുണ്ട്. അവൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനാലാണ് ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് പറയാറുണ്ട്, അല്ലേ? അങ്ങനെ വിധി പറയാതെ നിന്റെ ഹൃദയം മൃദുവാകണമെന്നാൽ നിനക്ക് ആത്മീയ ജ്ഞാനം വേണം. ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, ഭക്തർക്ക് എന്തിന് കഷ്ടങ്ങൾ വരണം, ഇത്രയും പ്രാർത്ഥിക്കുന്നവർക്ക് എന്തിന് ഈ കഷ്ടം വന്നത്? അങ്ങനെ നമ്മൾ വളരെ വിധികരന്മാരായി മാറുന്നു. പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്, വിധി പറയരുത്, നിങ്ങൾക്ക് വിധി പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം എന്തിന് അങ്ങനെ കഷ്ടം അനുവദിച്ചുവെന്ന ദൈവത്തിനെ അറിയൂ. ദൈവത്തിന്റെ ജ്ഞാനത്തെക്കാൾ ഉയർന്ന ജ്ഞാനം നമ്മിൽ ആർക്കും ഇല്ല. നാം ദൈവത്തെക്കാൾ ബുദ്ധിമാന്മാരല്ല. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി നീ എന്ത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം? അത് സംഭവിച്ചു, അവരെന്തോ ചെയ്തു എന്ന് വിധി പറയാനല്ല. പകരം നീ നല്ല മനസ്സും കരുണയും ഉള്ളവനായി സൗമ്യമായ സ്വഭാവത്തോടും സദ്ഗുണങ്ങളോടും കൂടി അവരുടെ വേണ്ടി നീ എന്ത് ചെയ്യും? കഷ്ടത്തിൽ കഴിയുന്നവരുടെ വേണ്ടി പ്രാർത്ഥിക്കുമോ? അത് തന്നെയാണ് ഒരാളുടെ ഭാരങ്ങള് മറ്റൊരാൾ ചുമക്കുക എന്നത് ക്രിസ്തുവിന്റെ ആജ്ഞയാണ്. അതിനാൽ നീ അതിനെ പൂർണ്ണമാക്കണം.